ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. സംസ്ഥാനത്ത് ഇന്ന് 250 ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ 7283 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6767 പേർ രോഗമുക്തി നേടി. 5731 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 1158 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 24 മരണം ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 95,008 പേരാണ് നിലവിൽ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 2,28,000-ത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. ഇന്ന് 8 പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച 606 പേരിൽ 184 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 342 പേരുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. 76 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 842 പേരാണ് രോഗമുക്തി നേടിയത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 8 ആരോഗ്യ പ്രവർത്തകർക്ക് ഉൾപ്പെടെ 970 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കം വഴി 886 പേർക്കാണ് രോഗം ബാധിച്ചത്. 76 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കോവിഡ് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 12,277 ആയി. 1,154 പേർ കൂടി ഇന്ന് രോഗമുക്തി നേടി. ആലപ്പുഴ ജില്ലയിൽ 563 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 543 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 18 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. 181 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കണ്ണൂർ ജില്ലയിൽ കോവിഡ് ബാധിച്ച് വീട്ടുനിരീക്ഷണത്തിൽ പ്രവേശിച്ചവരുടെ എണ്ണം 10,000 കടന്നു. ഇവരിൽ 5,332 പേർ ഇതിനകം രോഗമുക്തരായി. ഹോം ഐസൊലേഷൻ രീതി ജില്ലയിൽ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞതിന്റെ തെളിവാണ് ഇതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ നാരായണ നായിക് പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ കോവിഡ് വ്യാപനം കൂടിവരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തദ്ദേശ സ്ഥാപന തലത്തിൽ നിയമിതരായ സെക്ടർ മജിസ്ട്രേറ്റുമാർ പരിശോധന ശക്തമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ. ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കാത്തവർ, സന്ദർശക രജിസ്റ്റർ സൂക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന കടകൾ, സാമൂഹ്യ അകലം പാലിക്കാതെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങളിൽ നിയമവിരുദ്ധമായി കൂട്ടം കൂടുന്നവർ, മാസ്കും സാനിറ്റൈസറും ലഭ്യമാക്കാതെ പ്രവർത്തിക്കുന്ന കടകൾ എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചു വരുന്നത്. റോഡുകളിൽ തുപ്പുക, ക്വാറന്റൈൻ വ്യവസ്ഥകൾ ലംഘിക്കുക, നിരോധനാജ്ഞ ലംഘിക്കുക, കണ്ടെയ്ൻമെന്റ് സോണിൽ അനുമതിയില്ലാതെ കടകൾ തുറക്കുക തുടങ്ങിയവയ്ക്കും നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഗസറ്റഡ് ഓഫീസർമാരെയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങളോടെ സെക്ടർ മജിസ്ട്രേറ്റുമാരായി നിയമിച്ചിരിക്കുന്നത്. സെക്ടർ മജിസ്ട്രേറ്റുമാർ ചാർജ് ചെയ്ത കേസുകളിൽ പോലീസിന്റെ സഹായത്തോടെ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇനിയുള്ള ദിവസങ്ങളിൽ സ്വീകരിക്കുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. കൊല്ലം ജില്ലയിൽ ഇന്ന് 418 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ 2 പേർക്കും സമ്പർക്കം മൂലം 410 പേർക്കും ഉറവിടം വ്യക്തമല്ലാത്ത 3 പേർക്കും 3 ആരോഗ്യ പ്രവർത്തകർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഇന്ന് 767 പേർ രോഗമുക്തി നേടി. IPLൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മോശം തുടക്കം. ആദ്യ 6 ഓവറിൽ 33 റൺസ് മാത്രമാണ് കൊൽക്കത്തയ്ക്ക് നേടാനായത്. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ കൊൽക്കത്ത 18.3 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് എടുത്തിട്ടുണ്ട്. നിലവിൽ 7 മത്സരങ്ങളിൽ നിന്നും 5 ജയങ്ങളുള്ള മുംബൈക്ക് ഇന്ന് ജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താം. രാജ്യത്ത് കോവിഡ് മുക്തരായവരുടെ എണ്ണം 64,53,000 കടന്നു. 87.56% നിലവിലെ രോഗമുക്തി നിരക്ക്. മരണനിരക്ക് 1.52% കുറഞ്ഞു. 8 ലക്ഷത്തിലധികം പേർ നിലവിൽ രാജ്യത്ത് കോവിഡ് ചികിത്സയിലുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ രോഗബാധിതരുടെ എണ്ണത്തിലെ പ്രതിദിന വർധന തുടരുകയാണ്. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 4 കോടിയിലേക്ക് അടുക്കുന്നു. 3 കോടിയോളം പേർ ഇതുവരെ രോഗമുക്തി നേടി. ലോകത്താകമാനം 11 ലക്ഷത്തിലധികം പേർക്കാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത്. അമേരിക്ക, മെക്സിക്കോ, റഷ്യ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലാണ് രോഗബാധ കൂടുതലായി ഉള്ളത്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി AK സുധീർ നമ്പൂതിരി നട തുറന്ന് നെയ്വിളക്ക് തെളിയിച്ചു. നാളെ നിർമ്മാല്യ ദർശനത്തിനു ശേഷം തുലാമാസ പൂജകൾ ആരംഭിക്കും. ശബരിമലയിലെയും മാളികപ്പുറത്തെയും പുതിയ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും. നീറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. nta.neet.nic.in എന്ന വെബ്സൈറ്റിലും mcc.nic.in എന്ന വെബ്സൈറ്റിലും ഫലം ലഭ്യമാകും. ഈ മാസം 12-ന് പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ ഇരുന്നതാണെങ്കിലും കോവിഡ് കാരണം പരീക്ഷ എഴുതാൻ കഴിയാതിരുന്നവർക്ക് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ മാസം 14-ന് വീണ്ടും അവസരം നൽകിയിരുന്നു.
പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് പലയിടത്തും ദളിതരും പിന്നാക്ക വിഭാഗങ്ങളും ഭീഷണിയും അക്രമവും നേരിടുമ്പോൾ കേരളത്തിൽ സർക്കാർ ഈ വിഭാഗങ്ങൾക്കായി സംരക്ഷണ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളുമാണ് നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണ സമാപനവും SC/ST പിന്നാക്ക വിഭാഗ വികസന വകുപ്പുകളുടെ പദ്ധതി ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൈവശ ഭൂമിക്ക് പട്ടയം പദ്ധതി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിലും തുടർന്ന് മറ്റ് ജില്ലകളിലും പദ്ധതി നടപ്പിലാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിലും തുടർന്ന് മറ്റു ജില്ലകളിലും പദ്ധതി നടപ്പാക്കും. സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്തും വീട് വെച്ചും താമസിക്കുന്ന മറ്റെവിടെയും ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്ന പദ്ധതിയാണ് കൈവശ ഭൂമിക്ക് പട്ടയം പദ്ധതി. വർഷങ്ങളായി ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുകയും വേറെ കേരളത്തിൽ എവിടെയും ഭൂമി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അപേക്ഷകൾ കാലങ്ങളായി കെട്ടിക്കിടക്കുന്നുവെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള അവസരമാണിത്. നിലവിൽ സംസ്ഥാനത്തെ ഭൂരഹിതരായ 1.65 ലക്ഷത്തോളം പേർക്ക് പട്ടയം നൽകാൻ സാധിച്ചു. അർഹരായ മുഴുവൻ ആളുകൾക്കും ഭൂമി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കാസർകോട്ടെ ഭൂരഹിതരായവർക്ക് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഈ പദ്ധതിക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ BPL വിഭാഗങ്ങൾക്ക് സൌജന്യമായി അപേക്ഷിക്കാനുള്ള സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ പോപ്പുലർ ഫിനാൻസിന്റെ കീഴിലുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അടയ്ക്കാൻ ജില്ലാ കളക്ടർ A. അലക്സാണ്ടർ ഉത്തരവിട്ടു. പോപ്പുലർ ഫിനാൻസിന്റെ നിയന്ത്രണത്തിലോ ഉടമസ്ഥതയിലോ ഉള്ള സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, ഓഫീസുകൾ തുടങ്ങിയവയിൽ നിന്നും സ്ഥാപനവുമായി ബന്ധപ്പെട്ട പണമോ മറ്റ് ആസ്തികളോ നീക്കാൻ പാടുള്ളതല്ല. ഇത്തരം സ്ഥാപനങ്ങളുടെ പേരിലുള്ള ആസ്തികളുടെ കണക്ക് നൽകാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉത്തരവ് നൽകി. കോവിഡ് പ്രതിസന്ധിയിൽ തകർച്ച നേരിടുന്ന രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയുടെ തിരിച്ചുവരവിന് കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണമെന്ന് സംസ്ഥാന ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കേന്ദ്ര ടൂറിസം സഹമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ വിളിച്ചു ചേർത്ത ടൂറിസം മന്ത്രിമാരുടെ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിനോദസഞ്ചാര മേഖലയിലെ സംരംഭകർക്കും തൊഴിലാളികൾക്കുമായി പ്രത്യേക വായ്പാ പദ്ധതികളും സാമ്പത്തിക ഉത്തേജന പാക്കേജുകളും പ്രഖ്യാപിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ യാത്ര സുഗമമാക്കുവാൻ വേണ്ട ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കണം. കോവിഡ് സാഹചര്യത്തിൽ ടൂറിസം സംരംഭകരുടെ വായ്പകൾക്ക് 2021 മാർച്ച് വരെയെങ്കിലും മൊറട്ടോറിയം നീട്ടണമെന്നും ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ യോഗത്തിൽ നിർദ്ദേശിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് ബന്ധമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രി ഓരോ തവണയും നിലപാട് മാറ്റുകയാണെന്നും സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം തെളിവ് നശിപ്പിക്കാനാണെന്നും ശ്രീ മുരളീധരൻ ആരോപിച്ചു. ന്യൂഡൽഹിയിൽ BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനത്തെ സ്വാഗതം ചെയ്ത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ജോസ് കെ മാണിയുടെ തീരുമാനം UDFന്റെ അടിത്തറ തകർക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജോസ് കെ മാണിയുടെ നിലപാട് LDFന്റെ ബഹുജന അടിത്തറ വിപുലീകരിക്കുമെന്നും ശ്രീ കോടിയേരി അഭിപ്രായപ്പെട്ടു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി നേതാവ് A. ആൻഡ്രൂസ് കൊല്ലത്ത് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം കൊല്ലം പോർട്ട് പള്ളിയിൽ നടന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെയും സമുദ്ര മത്സ്യസമ്പത്തിന്റെയും സംരക്ഷണത്തിനായി ദീർഘനാൾ പോരാടിയ അദ്ദേഹം പുസ്തകരചനയിലും സജീവമായിരുന്നു. കൊല്ലം ജില്ലാ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ആൻഡ്രൂസ് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മുൻ ജനറൽ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുന്നതിനാൽ പമ്പാ നദിയുടെ തീരത്തും കൈവഴികളുടെ തീരത്തും താമസിക്കുന്ന പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു. ഇന്ന് വൈകിട്ട് 6 മുതൽ അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ശബരിമല വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. ഏറ്റെടുക്കലിനെതിരെ കൈവശക്കാരായ അയന ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. കൊല്ലം പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടം സംബന്ധിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ 59 പേർക്കെതിരെയാണ് കുറ്റപത്രം. 2016 നടന്ന അപകടത്തിൽ 110 പേരാണ് മരണമടഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിലെ സംവരണ വാർഡുകളിൽ തീരുമാനം. ഓരോ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമുള്ള സംവരണ വാർഡുകളാണ് നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.